ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമാണ്. നമുക്ക് വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്നൊക്കെ തോന്നൂലേ? അപ്പം നമുക്ക് പെട്ടെന്ന് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആവശ്യമായ സാധനങ്ങൾ 8 പീസ് ബ്രെഡ് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. പിന്നെ വെള്ളം 2 കപ്പ് വെള്ളം, 1 കപ്പ് പാല്, 1 സ്പൂൺ നെയ്യ് വേണം, പിന്നെ 4 ഏലക്ക ചതച്ചത്, 2 കപ്പ് പഞ്ചസാര. ഇത്രയാണ് നമുക്ക് വേണ്ടത്. സൺഫ്ലവർ ഓയിലുമാണ് വേണ്ടത്. ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കേണ്ടത്. 2 കപ്പ് വെള്ളമാണ്. ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇടണം. 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അത് ഇടുക. സിറപ്പാക്കി എടുക്കണം. പഞ്ചസാര അലിയുന്നത് വരെ നമ്മളത് ഇളക്കി കൊടുക്കണം. പാനിയാക്കുമ്പോഴത്തേക്കും മാറ്റി വയ്ക്കും. പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ പാലൊഴിക്കാവൂ. കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ച് വയ്ക്കാം. പാലൊഴിച്ച് നല്ലപോലെ കുഴച്ച് ഉരുളകളാക്കി എടുക്കണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ച ബ്രെഡിൻ്റെ പൊടി നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഫ്രൈ ആക്കി എടുക്കണം. പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒഴിച്ച് ഫ്രൈ ചെയ്യുക. എണ്ണയിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. സിമ്മാക്കി വയ്ക്കണം, എന്നാലേ വെന്ത് വരത്തുള്ളൂ. കളറാകുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം. ശേഷം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. വറുത്ത് കോരി അതിലേക്ക് പഞ്ചസാര പാനിയിലോട്ട് നമുക്ക് ഇടാം. നമുക്ക് മൂടി വയ്ക്കാം. ഹായ്, നോക്കൂ, സ്വാദിഷ്ടമായ ബ്രെഡ് ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.